ടി വി പ്രസാദ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തന്ത്രിമാരുടെ മൊഴിയെടുത്തിരിക്കുന്നു. ഈ കേസ് തുടങ്ങിയ സമയം മുതൽ നമ്മൾ കേൾക്കുന്ന പല പേരുകളും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ രാഷ്ട്രീയ നേതൃത്വത്തിനും അപ്പുറത്തുള്ള ചില പിടിപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിൽ വ്യക്തമായ സൂചനകളോ വ്യക്തമായ തെളിവുകളോ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അന്വേഷണ സംഘം ആ വഴിക്ക് നീങ്ങിയതുമില്ല. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം, ചോദ്യം ചെയ്തതിന് ശേഷം ഇപ്പോൾ തന്ത്രിമാരിലെ മൊഴി കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു. നിർണായകമായ നീക്കമാണ് SITയുടേതെന്ന് പറയേണ്ടി വരില്ലേ? ഒന്ന് മാത്രമല്ല, അത് രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്തുള്ള പിടിപാടുകളിലേക്ക് SIT കടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത്, ഈ വാസുവിൻ്റെ മൊഴി വീണ്ടും പത്മകുമാറിന്റെ കുരുക്കായിട്ട് മാറുമോ? അതായത് മുരാരി ബാബു നൽകിയ കത്ത് അതേപടി ദേവസ്വം ബോർഡിന് കൊടുത്തു, അതിനും അപ്പുറത്തേക്ക് മറ്റൊന്നും താൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ എല്ലാ ഉത്തരവാദിത്വവും ദേവസ്വം ബോർഡിലേക്കാണ് വാസു കൈമാറുന്നത്. അതേസമയം പത്മകുമാറിനെതിരെ കൃത്യമായ തെളിവ് കിട്ടാത്തിടത്തോളം ഒരു നടപടി ഉണ്ടാവില്ലെന്ന് ഇന്നലെ CPM ജില്ലാ കമ്മിറ്റി പത്തനംതിട്ടയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തെളിവ് കിട്ടിയാൽ ഉടൻ നടപടി എന്നതാണ് നീക്കം. അത് രാഷ്ട്രീയമായി CPMനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണോ? ടി വി പ്രസാദ്. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. ഉറപ്പായും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് വിലയിരുത്തേണ്ടത്. ആദ്യം ചോദിച്ചതിലേക്ക് വന്നാൽ അരുൺ, തന്ത്രി കുടുംബത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നു എന്നുള്ളത് അതൊരു അടുത്ത ഘട്ടം തന്നെയാണ്. ഇത്രനാളും പോറ്റിയിൽ തുടങ്ങി ഉദ്യോഗസ്ഥരായ മുരാരി ബാബു, ടി സുധീഷ് കുമാർ, KS ബൈജു, ദേവസ്വം കമ്മീഷണർ N വാസു, ഒടുവിലിത ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് A പത്മകുമാർ. ഇപ്പോൾ തന്ത്രി കുടുംബത്തിലെ പ്രധാനപ്പെട്ട 2 തന്ത്രിമാരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നു എന്നുള്ളത് അത് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ആദ്യഘട്ട മൊഴിയെടുപ്പ് SIT വിളിച്ചു വരുത്തിയല്ല എന്നുള്ളതുണ്ട്. പക്ഷേ പ്രാഥമിക മൊഴി പരിശോധിച്ചതിന് ശേഷം അത്തരം നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഈ കേസിൽ നിർണായകം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ അവർ തന്ത്രിമാരുമായി അടുത്ത ബന്ധമുണ്ട് എന്ന വിവരം നേരത്തെ റിപ്പോർട്ട് തന്നെ പുറത്തുവിട്ടതാണ്. നമുക്കറിയാവുന്നതുപോലെ ഗോവർദ്ധന്റെ റോഥം ജ്വല്ലറി നമുക്ക് ഓർമ്മയുണ്ടായിരുന്നു. ആ റോഥം ജ്വല്ലറിയിൽ നിന്നാണ് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റു എന്ന് പറയുന്ന സ്വർണം കണ്ടെത്തുന്നത്. അത് സ്വർണത്തിന്റെ രൂപത്തിലായിരുന്നു എന്നാണ് SIT വിശദീകരിക്കുന്നത്. ഇനിയിപ്പോൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ പാളി അതുപോലെ തന്നെയാണോ റോഥം ഗോവർദ്ധന് കൊടുത്തത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ആ റോഥം ഗോവർദ്ധന്റെ റോഥം ജ്വല്ലറിയിലും റോഥം ഗോവർദ്ധന്റെ വീട്ടിലും തന്ത്രി മഹേഷ് മോഹനർ അവിടെ പൂജ നടത്തിയിട്ടുണ്ട്. പോയത് പോറ്റിക്കൊപ്പമാണ്. പോറ്റി പറഞ്ഞിട്ട് പലയിടങ്ങളിലും പൂജയ്ക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞത് തന്ത്രിയാണ് എന്ന് നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. മാത്രമല്ല അരുൺ, വർഷങ്ങളായി കയ്യിൽ സൂക്ഷിച്ചിരുന്ന വാജിവാഹനം, ആ വാജിവാഹനം ഈ വിവാദം വന്നതിന് പിന്നാലെ തന്ത്രി കണ്ഠരര് രാജീവര് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡിനെ സമീപിക്കുകയാണ്. ദേവസ്വം ബോർഡ് പക്ഷേ തന്ത്രിയിൽ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് തിരിച്ചെടുക്കാൻ തയ്യാറായില്ല. കാരണം ദേവസ്വം ബോർഡിനൊരു സംശയമുണ്ടായിരുന്നു, ഒരുപക്ഷെ ആ വാജിവാഹനം പഴയതല്ല, ഇനി പുതിയതായി നിർമ്മിച്ചതാണെങ്കിൽ നാളെ മറ്റൊരു വലിയ വിവാദ കൊടുങ്കാറ്റായി അത് ദേവസ്വം ബോർഡിന്റെ മുകളിലേക്ക് പതിക്കും. അതുകൊണ്ട് ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചെയ്ത് അത് ദേവസ്വം ബോർഡ് തീരുമാനത്തിന് വിട്ടു. ദേവസ്വം ബോർഡും അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അത് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വിട്ടിരിക്കുകയാണ്. ഇനി ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരമായിരിക്കും ആ വാജിവാഹനത്തിൽ തീരുമാനമെടുക്കുക. മാത്രമല്ല അരുൺ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുത്ത ബന്ധം, ആ ബന്ധം എന്താണ് എന്ന് രേഖപ്പെടുത്താൻ, അത് പ്രാഥമികമായി മനസ്സിലാക്കാനാണ് ഇപ്പോൾ SIT ശ്രമിച്ചതെങ്കിൽ ആ മൊഴികൾ പരിശോധിച്ചതിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാകുന്നത്. രണ്ടാമത്തെ ചോദ്യം ഉറപ്പായും അത് A പത്മകുമാറിനെ ലോക്ക് ചെയ്യാനുള്ള മൊഴിയാണ് N വാസുവിൻ്റേത്. കാരണം ദേവസ്വം ബോർഡ് പറഞ്ഞതിനനുസരിച്ചാണ് ഉദ്യോഗസ്ഥനായ താൻ അത് ചെയ്തത് എന്നുള്ളതാണ് N വാസുവിന്റെ മൊഴി. മറ്റൊരു കാര്യത്തിലേക്ക് കൂടി വന്നാൽ A പത്മകുമാറിനെതിരെ CPIM നടപടിയെടുക്കാത്തത് അത് CPIM വലിയ പ്രതിരോധത്തിലേക്ക് പെട്ടെന്ന് പോകുമോ എന്ന് പേടിച്ചിട്ടായിരിക്കണം. ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു നടപടിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ CPIMലെ ഭൂരിപക്ഷം ആളുകളും പത്തനംതിട്ടയിലെ നേതാക്കളോട് പേഴ്സണലായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഇതിൽ നടപടിയെടുത്തില്ല എങ്കിൽ അതിന്റെ ഡാമേജ് പാർട്ടിക്കുണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ അതിൽ MV ഗോവിന്ദനും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാട് വ്യക്തമാക്കി പറഞ്ഞത് അതിൽ കുറ്റപത്രം സമർപ്പിച്ച് A പത്മകുമാർ ചെയ്ത കുറ്റം അത് ബോധ്യപ്പെട്ടാൽ പാർട്ടി നടപടിയെടുക്കും എന്നുള്ളതാണ്. പക്ഷേ അതുവരെ വെക്കേണ്ടതില്ല എന്നൊരു വികാരം പാർട്ടിക്കകത്തുണ്ട്. കാരണം ശബരിമല അയ്യപ്പനാണ്
CPIM ആണ് പത്മകുമാറിനെ ശബരിമല അയ്യപ്പന്റെ സ്വത്ത് സംരക്ഷിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ അറസ്റ്റിലായി ജയിലിലായിരിക്കുന്നു, നടപടി വേണം എന്ന് തന്നെ ചില അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനം MP ഗോവിന്ദൻ അവിടെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അതുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം, പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം അതുകൊണ്ടായിരിക്കാം. എന്റെ ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ TV പ്രസാദ്, ഇപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതിൽ നിന്ന് ഈ SIT തന്ത്രിമാരുടെ മൊഴിയെടുത്തതിലൂടെ ഒന്നുകിൽ ഇതിവിടെ അവസാനിക്കും, അതല്ലെങ്കിൽ ഒരു പുതിയ അധ്യായം തുറക്കുകയായിരിക്കുമോ TV പ്രസാദ്? കാരണം പലരും പല സംശയങ്ങളും നമ്മളോട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ വാജിവാഹനത്തിന്റെ കാര്യം TV പ്രസാദ് പറഞ്ഞു. വാജിവാഹനം എന്ന് പറയുന്നത് വിഗ്രഹ സമാനമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ തന്നെ ചർച്ചയിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വിഗ്രഹം കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ അത് തടിയിൽ തീർത്തതാണെങ്കിൽ അഗ്നിക്ക് സമർപ്പിക്കണമെന്നും, അത് കല്ലിൽ തീർത്തതാണെങ്കിൽ ആ വിഗ്രഹം തിരിച്ചു വീണ്ടെടുക്കാനാവാത്ത വിധം ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യണമെന്നും, ലോഹത്തിൽ നിർമ്മിതമാണെങ്കിൽ സ്റ്റീബിലിക്കും ഗോളകത്തിനും അടക്കമുള്ളതായി അത് ലോഹം ഉരുക്കി ഉപയോഗിക്കാമെന്നും, ഊരാളന് തിരിച്ച് സമർപ്പിക്കാമെന്നും, ഊരാളനായ ശബരിമലയുടെ കാര്യത്തിലാണെങ്കിൽ പന്തളം രാജാവിന് അത് വേണമെങ്കിൽ തന്ത്രിയുടെ കയ്യിൽ കൊടുക്കാമെന്നുമാണ്. പക്ഷേ അതേ രൂപത്തിൽ കൊടുക്കാൻ കഴിയില്ല, അതിന് രൂപമാറ്റം സംഭവിച്ചതിന് ശേഷമേ കൊടുക്കാൻ കഴിയൂ. അത് വാജിവാഹനത്തിന്റെ കാര്യം അതൊരു ഭാഗത്ത് നിൽക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഈ റോദം ജുവലറിയിൽ അടക്കം പോയി പൂജ ചെയ്തത് മഹേഷ് മോഹന്റെ കണ്ഠരാണ്. ഈ തൊണ്ടി മുതൽ പിടിച്ചിരിക്കുന്നത് ഈ റോദം ജുവലറിയിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പലയിടങ്ങളിലും പോയി പൂജകൾ നടത്തിയിട്ടുണ്ട് എന്ന മൊഴി ഈ തന്ത്രിമാർ കൊടുത്താൽ അതിലേക്കും അന്വേഷണം പോകേണ്ടി വരില്ലേ? ഉറപ്പായും അരുൺ പറഞ്ഞതാണ് അതിലെ പോയിന്റ്. അതായത് അതിൽ റോഥം ജ്വല്ലറി എന്ന് പറയുന്നത് ഒരു ദുരൂഹ ഇടമായി നിൽക്കുന്നു എന്നുള്ളതാണ്. 2019 ശബരിമല അയ്യപ്പന്റെ നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്തിയ സ്ഥലമാണ് റോഥം ജ്വല്ലറിയും അതുപോലെ ഗോവർദ്ധന്റെ വീടും പരിസരവും എന്നുള്ളത്. ഈ രണ്ട് സ്ഥലങ്ങളിലേക്കും ശബരിമലയിലെ തന്ത്രി മഹേഷ് മോഹനര് എത്താനുള്ള കാരണം എന്ന് പറയുന്നത്, അരുൺ ഈ വിശ്വാസമുള്ളവരോട് ചോദിച്ചാൽ നമുക്കത് അറിയാൻ കഴിയും. കാരണം ശബരിമലയിലെ ചൈതന്യം ഉള്ളിടത്ത് ശബരിമലയിലെ തന്ത്രി പോയി പൂജ ചെയ്താൽ മാത്രമേ ആ ചൈതന്യം അതുപോലെ തുടരാൻ കഴിയൂ എന്നും, ഇനി അഥവാ തന്ത്രിമാർ എത്തിയില്ല എങ്കിൽ മറ്റൊരു തരത്തിൽ അവരെ അത് ബാധിക്കും എന്ന് വിശ്വാസമുള്ളവരുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇനിയിപ്പോൾ തന്ത്രി ഇതറിഞ്ഞുകൊണ്ടാണോ അവിടെ പൂജയ്ക്ക് പോയത് എന്ന ചോദ്യമുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് മഹേഷ് തന്ത്രി പറഞ്ഞത് നമ്മളോട് തന്നെയാണ്. ആ സൗണ്ട് ബൈറ്റ് നമ്മളെടുത്ത് കിടക്കുന്നുണ്ട് അരുൺ. അങ്ങനെയെങ്കിൽ അരുൺ, ഇത് പ്രാഥമികമായ മൊഴിയെടുപ്പിലൂടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടി വരും. കാരണം വിശ്വാസത്തിന്റെ ഭാഗമായി ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടവരെന്ന് അയ്യപ്പ ഭക്തരെല്ലാവരും വിശ്വസിക്കുന്ന തന്ത്രിമാർക്ക് ഏതെങ്കിലും രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഈ ബന്ധം അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മുതലെടുത്തു എന്ന് വെക്കട്ടെ, അതിൽ തന്ത്രിമാർ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഈ പ്രാഥമികമായ ചോദ്യം ചെയ്യലിലേക്ക് അവസാനിക്കില്ല എന്നുള്ളതാണ് അരുൺ തുടക്കത്തിൽ പറഞ്ഞ ആ പോയിന്റ് ഉണ്ട്. അതായത് വാജിവാഹനം ഇത്രയും വർഷം കയ്യിൽ വെച്ച് വിവാദങ്ങൾ ഉയരുമ്പോൾ എന്തിനാണ് അന്ന് അവകാശം എന്ന് പറഞ്ഞ് കൈക്കലാക്കിയത്, തിരിച്ചേൽപ്പിക്കുന്നത് എന്ന ചോദ്യം മനുഷ്യരുടെ മനസ്സിലുണ്ട്. അത് വലിയ സംശയങ്ങളായി ഉയരുന്നുമുണ്ട്. അതിലൊരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത് കൂടിയാണ്. കാരണം തന്ത്രിമാരെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഉറപ്പായും ഇതിലൊരു ക്ലാരിറ്റി ഉണ്ടാകണം. ക്ലാരിറ്റി ഉണ്ടാകണമെങ്കിൽ റോഥം ഗോവർദ്ധന്റെ വീട്ടിലും ജ്വല്ലറിയിലും എന്തിനാണ് മഹേഷ് തന്ത്രി പോയത് എന്നതിന് മറുപടി ഉണ്ടാകണം. ഏത് രീതിയിലുള്ള ബന്ധമാണ് തട്ടിപ്പുകാരനും കള്ളനുമായ ശബരിമല അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ തന്ത്രിമാർക്കുള്ള ബന്ധം എന്നുള്ളതിന് തന്ത്രിമാർ മറുപടി പറയേണ്ടതുണ്ട്. ഇത് വിശ്വാസത്തിന് അപ്പുറമാണ്. ഇന്നത്തെ ദിവസം ഭരണഘടനാ ദിനമാണ്. ഭരണഘടനയിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് നിയമത്തിന് മുന്നിലെ തുല്യത. അത് തന്ത്രിയാണെങ്കിലും ശരി, മന്ത്രിയാണെങ്കിലും ശരി, നിയമത്തിന് മുന്നിൽ തുല്യതയുണ്ട്. അയ്യപ്പന് മുന്നിൽ അതിലേറെ തുല്യതയുണ്ട്. അത് തന്ത്രിക്കാണെങ്കിലും ശരി, മന്ത്രിക്കാണെങ്കിലും ശരി. അവിടെ ഈ നോമ്പ് പിടിച്ച് 41 ദിവസത്തെ വ്രതം നോറ്റുവെത്തുന്ന ഏത് അയ്യപ്പ ഭക്തനും അയ്യപ്പന്റെ മുന്നിൽ അതുല്യരാണ്. നീ